ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയാണ്. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. കാരണം നമുക്ക് സകല എനർജിയും ഉണ്ടാക്കുന്നത് നമ്മുടെ ആഹാരത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ഏതെല്ലാം ആഹാരം കഴിക്കണം, ഏതെല്ലാം കുടിക്കണം, എങ്ങനെ കഴിക്കണം, അതാണ് ഏറ്റവും പ്രധാന കാര്യം. അതായത് നമ്മുടെ ഡോക്ടേഴ്സ് പോലും ഇത് ചെയ്യാറില്ല. എല്ലാവർക്കറിയാം, എന്നിരുന്നാൽ തന്നെ അവർ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഡോക്ടർമാർ പോലും ചെയ്യില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്നത് ഇതാണ്, ആഹാര രീതിയാണ്. ഒന്ന്, മാൻ സപ്പോസ് ടു ബി ഓൺലി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മുടെ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റേറിയനും ഫ്രൂട്ട്സുമാണ്. പക്ഷേ നമ്മുടെ ബോഡി അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിക്ക് അല്ലെങ്കിൽ നേച്ചർ അല്ലെങ്കിൽ ദൈവം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയം ഉണ്ടാക്കിയിരിക്കുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ നോൺ വെജ് ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ് പ്രിൻസിപ്പിൾ. ആ ഒരു രീതിയിലാണ് നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായിട്ട് വരുന്നത് ഡൈജസ്റ്റീവ് ജ്യൂസ് എന്ന് പറയും. അതായത് ആ ദഹനേന്ദ്രിയ രസം അതിൽ പ്രധാനമായിട്ടുണ്ടാക്കുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അത് ആസിഡല്ലേ, ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെയല്ലേ. പിന്നെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഒരു മെഡിക്കൽ കോളേജിലും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകൾക്കും സാധാരണക്കാർക്കും ഡോക്ടർമാർക്കും ഇത് പറഞ്ഞ് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾക്ക് ഈ വെജിറ്റേറിയൻ എല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്കത് ദഹിക്കും. അതെന്താണ് പറഞ്ഞത്, ആസിറ്റീസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫ്രൂട്ട്സായിട്ട് കഴിക്കണം, വെജിറ്റബിളുമായിട്ട് കഴിക്കണം. അതായത് കുക്ക് ചെയ്യാൻ പോലും പാടില്ലെന്നുള്ളതാണ് നാച്ചുറൽ പ്രിൻസിപ്പിൾ. എന്നാൽ നമ്മൾ കുക്ക് ചെയ്ത് ആഹാരം കഴിക്കുന്നതിന് കുഴപ്പമില്ല. ഈ കുക്കിംഗ് തുടങ്ങിയിട്ട് തന്നെ ഒരു 1000 വർഷമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് കുക്കിംഗ് ഒന്നുമില്ല. അതിനു മുമ്പ് എല്ലാവരും ഫ്രഷായിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ റഷ്യൻ റിലീജിയസിനെ എടുത്തു കഴിഞ്ഞാൽ അവരിപ്പോഴും വെജിറ്റബിൾസ് എല്ലാം, ഇപ്പോൾ ക്യാരറ്റ്, പിന്നെ കാബേജ്, ബ്രോക്കോളി, ഇതുപോലെ എല്ലാ വെജിറ്റബിൾസും അവർ അസിറ്റീസ് അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയേണ്ട, ഫ്രൂട്ട്സ് എല്ലാം, അതായത് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക്ഡാണ്. ഫ്രൂട്ട്സ് ഇറ്റ് ഈസ് കുക്ക്ഡ് ബൈ സൺ എന്നാണ്. നമ്മുടെ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഇതൊന്നും ഫ്രൂട്ട്സ് ശരിയാവത്തില്ല. അതേസമയം നമുക്ക് സൂര്യപ്രകാശത്തിന് ഒരു ദാരിദ്ര്യമില്ലാത്ത രാജ്യങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളും പിന്നെ അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളും. അതേസമയം ഉദാഹരണം ഈ യൂറോപ്പിലും അമേരിക്കയിലും അല്ലെങ്കിൽ എക്സിമോളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സിമോൾക്ക് അവിടെ ഒരു മരം പോലും ഇല്ലല്ലോ. എന്നിരുന്നാലും അവരും ഈ ഫ്രഷായിട്ടാണ് മീറ്റൊക്കെ കഴിക്കുന്നത്. അത് ദഹിക്കും. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റഡിയുടെ കാര്യം പറയുമ്പോഴത്തേക്കാണ് ഒന്ന് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ദഹനരസം വളരെ മോശമാണ്. പിന്നെ അടുത്തെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ വെജ് ഉപയോഗിക്കുന്ന, ഉദാഹരണം ഈ ഇറച്ചി, മാംസം ഇതൊക്കെ ഉപയോഗിക്കുന്ന, ഇറച്ചി, മീൻ ഇതൊക്കെ ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നത് പട്ടി, പൂച്ച, അവരുടെ ഗ്യാസ്ട്രിക് ജ്യൂസിന് അതായത് ദഹനരസത്തിന് നമ്മളേക്കായി 20 times പവർഫുൾ ദാൻ അവേഴ്സ്, നമ്മളേക്കായി 20% പവർഫുള്ളാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ആഹാരം ഒന്ന് കുക്ക് ചെയ്യാതെ തന്നെ, അതായത് ദഹിച്ചോളും പച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും. പിന്നെ ബേഡ്സിനാണെങ്കിൽ നമ്മളേക്കായി 50 to 100% പവർഫുൾ ദാൻ അവർ ഹ്യൂമൻ. ഉദാഹരണത്തിന് അവരുടെ ഗ്യാസ്ട്രിക് ജ്യൂസ്, അവർക്ക് ദഹനരസം, ഹൈഡ്രോക്ലോറിക് ആസിഡ് വളരെ പവർഫുള്ളാണ്. ബേഡ്സ് കൂടുതലും അവർ കഴിക്കുന്നത് ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ വെള്ളം വളരെ കുറച്ച് ധാന്യങ്ങൾ, ഡ്രൈ ധാന്യങ്ങളിലൊന്നുമില്ല, അരി, ഗോതമ്പ്, കടല, പയർ, ഇതെല്ലാം അവരതുപോലെ തന്നെ കഴിക്കും. പക്ഷേ അവർക്കത് ദഹിക്കും. കാരണം അവരുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് അത്രയും പവർഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് ഈ പക്ഷികൾ, പ്രത്യേകിച്ച് കാക്ക, നമ്മുടെ മെറ്റലിലോ അല്ലെങ്കിൽ കാറിൻ്റെ പുറത്തോ കഷ്ടിച്ച് കഴിഞ്ഞാൽ ആ മെറ്റൽ ഇളവും. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഇല്ല. അതായത് ഡോക്ടർമാർക്കും പ്രയോജനമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ചാലും പകുതി ദഹിച്ചാലും ഇല്ലെങ്കിലും
ഇതെല്ലാം പോയി ഡംപ് ചെയ്യുന്നത് പിന്നെ പോയി വീഴുന്ന എവിടെയാണ്? വൻകുടലിലാണ്. അപ്പോൾ ഈ വൻകുടലിൽ നിന്ന് പിന്നെ എപ്പോഴും ശുദ്ധമായിട്ടിരിക്കണം. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം ചെയ്തിരിക്കുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൻകുടലിൽ ഈ മലമെല്ലാം കെട്ടിക്കിടക്കുകയാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളവും ഇതെല്ലാം പിന്നെ അവിടെയാണ് ചെല്ലുന്നത്, വൻകുടലിലാണ്. ഈ വൻകുടലിൽ നിന്നാണ് നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്ത് നമ്മുടെ രക്തത്തിലേക്ക് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ വൻകുടൽ ശരിയല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ പിന്നെ രോഗാണുക്കളെല്ലാം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വൻകുടലെന്ന് പറയുന്നത് കോളൻ എന്നാണ്. അതായത് ലാർജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോളൻ ഹാവ് മോർ ദാൻ 500 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയ, ബാസിലസ്, ഫംഗസ്, വൈറസ് ആൻഡ് പാരസൈറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വൻകുടലിലുണ്ട്. ഇപ്പോൾ വര നമ്മൾ കാണാറുണ്ടല്ലോ. ഈ വര മുഴുക്കി ഇതിനകത്ത് വൻകുടലിലുണ്ട്. അതുപോലെ തന്നെ ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം അവർ ലാർജ് ഇൻഡസ്റ്റൈൻ, നോട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ ബോഡി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോക്കേടും മരണവും ഉണ്ടാകുന്നത് നമ്മുടെ വൻകുടലിൽ നിന്നാണ്. പക്ഷേ ഇതാരും വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. ഈവൻ ഡോക്ടേഴ്സ് വരും. ഡോക്ടേഴ്സാണ് ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. പക്ഷേ അവരൊന്നും പറഞ്ഞ് പഠിപ്പിക്കാനുള്ള സമയം അവർക്കില്ല. അറിയാമെങ്കിൽ തന്നെ അത് ചെയ്യുന്ന ഡോക്ടേഴ്സുണ്ട്, വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ വൻകുടൽ പിന്നെ വൃത്തിയാക്കാൻ എന്താണ് പണി? ആ വൻകുടൽ വൃത്തിയാക്കാൻ ഈസിയസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മലബന്ധം വരാതെ നമ്മൾ സൂക്ഷിക്കണം. ഇപ്പോൾ ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ പിന്നെ മെഡിസിൻസ് വിറ്റഴിയുന്നത് മലബന്ധത്തിനുള്ളതാണ്. ഇവിടെ മാത്രമല്ല, പ്രത്യേകിച്ച് യൂറോപ്പിൽ, അമേരിക്കയിലും അവർ കൂടുതൽ ആളുകളും മീറ്റ് ഈറ്റേഴ്സാണ്. ഇപ്പോൾ അവർക്കത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫൈബർ ഫുഡും അല്ലെങ്കിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉപയോഗിക്കുന്ന യൂറോപ്യൻസാണ് അല്ലെങ്കിൽ അമേരിക്കൻസാണ്. ഇപ്പം നമ്മുടെ ആളുകൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. അപ്പോൾ ഇതെല്ലാം പോയി പിന്നെ ഡംപ് ചെയ്ത് അവിടെ കിടക്കും. അപ്പോൾ തന്നെ നമ്മുടെ ചില ആളുടെ കുടവേർ കണ്ടിട്ടില്ലേ? അപ്പോൾ അത് ആക്ച്വലായിട്ടിത് ഫാറ്റാണെന്ന് പറയും. ഡോക്ടേഴ്സ് തന്നെയും പറയും ഇത് ഫാറ്റാണ്. ഇത് ഫാറ്റല്ല. അതായത് അത് മുഴുക്ക മലമാണ്. അതായത് നമ്മുടെ വൻകുടലിൽ 50 to 100 pounds ഓഫ് ഫീസിസ് വിത്തൗട്ട് എനി പ്രോബ്ലം. അത് ഒരു പ്രോബ്ലം ഉണ്ടാക്കാതെ 50 പൗണ്ട് തൊട്ട് 100 പൗണ്ട് വരെ മലം നമ്മുടെ വൻകുടലിൽ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് ചില ആളുകൾ തന്നെ കണ്ടിട്ടില്ലേ, പിന്നെ ഇത് പിന്നെ അൺസയൻറ്റിഫിക് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ വയറ് കുറയാനായിട്ട് അവർ ഈ വയറ് കയറിയിട്ട് അവിടെ ഫാറ്റ് കുറേ എടുത്ത് കളയും. പക്ഷേ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അത് കോംപ്ലിക്കേഷനായിട്ട് ആളുകൾ മരിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് കേസുകളൊക്കെ നമ്മുടെ ഈ അടുത്ത കാലത്ത് പേപ്പറിലും ടി വിയിലും എല്ലാം കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതൊരു ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഇതുപോലെ ഈ വയറ് ക്ലീൻ ചെയ്താൽ മാത്രം മതി. അത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്ന്, ഈ ലാക്സേറ്റീവ്സ്, അത് നാച്ചുറൽ ലാക്സേറ്റീവ് മാക്സിമം നമ്മൾ ഫൈബർ ഫുഡ് കഴിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാക്സിമം കഴിക്കുക. പിന്നെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെയും മലം ശരിക്കും പോവില്ല. പിന്നെ അതിനെന്താണ് നമുക്ക് ചെയ്യേണ്ടത്? കോളൻ ഹൈഡ്രോതെറാപ്പി എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. നമ്മുടെ കോളൻ വൃത്തിയാക്കുന്ന ഒരു മെത്തേഡുണ്ട്. പക്ഷെ അത് ഇന്ത്യയിൽ ഇപ്പോൾ പല സ്ഥലത്തുണ്ടെങ്കിൽ തന്നെ യൂറോപ്പിലും അമേരിക്കയിലും ഒരു കോമണായിട്ട് നടത്തുന്ന ഒരു പ്രോസസ്സാണ് കോളൻ ഹൈഡ്രോതെറാപ്പി. മിക്കവാറും യൂറോപ്പിലും അമേരിക്കയിലും എല്ലാ ഹോസ്പിറ്റലുകളിലും കോളൻ ഹൈഡ്രോതെറാപ്പി ഉണ്ട്. പക്ഷേ ഇതെല്ലാ ഹോസ്പിറ്റലുകളിലും വേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ആളുകൾക്ക് അതേപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. എന്നാലും ഉണ്ട്, പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോളൻ എന്ന് പറയുമ്പോൾ വൻകോളൻ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ദ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ. ഇപ്പോൾ ഒരാളുടെ ഹൈറ്റ് 5 അടി 5 ഇഞ്ചാണെങ്കിൽ അയാളുടെ കോളൻ കറക്റ്റ് 5 അടി 5 ഇഞ്ചായിരിക്കും. പിന്നെ അതിൻ്റെ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ഇഞ്ച് വിത്താണ്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2.5 ഇഞ്ചാണെങ്കിലും ഒരു 5 to 10 times ഇതിന് വികസിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചില ആളുടെ വയറ് കുളവയറായിട്ട് വരുന്നത്. കോളൻ ഹൈഡ്രോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഡെത്ത് ആൻഡ് ഡിസീസ് ബിഗിൻ ഫ്രം ലാർജ് ഇൻറ്റസ്റ്റൈൻ, നോട്ട് ഫ്രം എനി പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ഇനിയുണ്ട്. ഞാനിപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ് ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എന്നിരുന്നാൽ തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക,
ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ഇതിന് പകരമുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഹാർട്ട് ബ്ലോക്ക് സസ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർ അല്ലെങ്കിൽ മെഡിക്കൽ സെൻറ്റേഴ്സ് പറയുന്നത് എന്താണ്, നിങ്ങൾ ഒരു ആൻജിയോഗ്രാം ചെയ്യണം. അപ്പോൾ ഈ ആൻജിയോഗ്രാം മോസ്റ്റ് ഡേഞ്ചറസ് ആണ്. ഈ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കടത്തിവിടുന്ന ഒരു ഡൈ ആണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റെ ബ്ലോക്ക് 50% ഉള്ളെങ്കിൽ ഡൈ കടത്തി വിടുമ്പോൾ അത് 80% കാണിക്കും. കാരണം ഈ ഡൈയുടെയും കൂടെ വരും. എന്നിട്ട് ഇതിൻ്റെ ദോഷവശം മാറാൻ തന്നെ 2 to 3 years എടുക്കും. പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഡോക്ടേഴ്സ് പറയാറുമില്ല, പേഷ്യൻസ് ചോദിക്കാറുമില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ആൻജിയോഗ്രാം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് സമ്മതപത്രം വാങ്ങിക്കും. അതായത് ബൈപ്പാസ് ഒരു മേജർ സർജറിക്കുള്ള എല്ലാ സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഓക്സിജൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതുപോലെ ബ്ലഡ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഇതിൻ്റെ എല്ലാം കോൺസെൻ്റ് എടുത്തതിന് ശേഷം ഈ ആൻജിയോഗ്രാം ചെയ്യൂ. പക്ഷേ ഇത് ഞാൻ നേരിട്ട് ഇന്ത്യയിലും യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ഇതേ പ്രോസസ്സാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് അത് ഞാൻ പറയാം. അപ്പോൾ ഇത് മോസ്റ്റ് കോംപ്ലിക്കേഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഡോക്ടേഴ്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അല്ലെങ്കിൽ അവരൊന്നും വേണ്ടില്ല. പക്ഷേ ചോദിക്കാറുമില്ല, ഡോക്ടേഴ്സ് വോളണ്ടറി ആയിട്ട് പറയാറുമില്ല. ഈ ഒരു മെത്തേഡ് ഇതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് സ്കാൻ എന്ന് പറയും. ഈ ഹാർട്ട് സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുത്തി വയ്ക്കേണ്ട ഇങ്ങനെ യാതൊരു പ്രോസസ്സും ഇല്ല. നമ്മുടെ സ്പെഷ്യൽ റോഡുകൾ ECG എടുക്കുന്നുണ്ടല്ലേ, അതുപോലെ റോഡുകൾ ഇട്ടിട്ട് ഈ സ്കാൻ ചെയ്യും, ഹാർട്ട് സ്കാൻ. അപ്പോൾ ഹാർട്ട് സ്കാൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് അറിയാൻ പറ്റും, അറ്റാക്ക് സാധ്യത അറിയാം, ഓക്സിജൻ ലെവൽ അറിയാം, അതുപോലെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. എത്ര വെയിറ്റ് കൂടുതലുണ്ട്, എത്ര കുറയ്ക്കണം, അതുപോലെ തന്നെ നമ്മുടെ വാൽവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയാം, ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷേ നമ്മുടെ ഈ കേരളത്തിൽ ഇത് ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു, അത് പല കാരണങ്ങളുണ്ടായിരുന്നു, അടച്ചുപൂട്ടി. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ പ്രഷർ കൊണ്ട് അത് അടച്ചുപൂട്ടി. കേരളത്തിലില്ല. നമുക്ക് ഹാർട്ട് സ്കാൻ സെൻറ്റർ അടുത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർകോയിൽ ഇരുദയ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സെൻറ്ററുണ്ട്. അത് ഇവിടുന്ന് ഒരു ട്രിവാൻഡ്രത്തുനിന്നൊരു 70 kilometer ദൂരെ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആ സെൻറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പേഷ്യൻ്റ് തന്നെ ഞാൻ അവിടെയാണ് അയക്കാറുള്ളത്. ഇത്രയും കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ തമിഴ്നാട്ടിലെ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ മെഡിക്കൽ സെൻ്ററാണ് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അവരും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് തന്നെ ഞാൻ തന്നെ അഡ്വൈസ് ചെയ്താണ് അവിടെ ഉണ്ടാക്കിയത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ പ്രസിഡൻറ്റ് ഫോമർ പ്രസിഡൻറ്റ് KR നാരായൺ സാറിനെ ട്രീറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് അവിടെ ആ സെൻറ്റർ ഇല്ലായിരുന്നു. KR നാരായൺ സാറിന് വേണ്ടി ഒരു ഹാർട്ട് സ്കാൻ മെഷീൻ തന്നെ രാഷ്ട്രപതി ഭവനി ഞാൻ അഡ്വൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യാം, അത് ഞാൻ പറയാം. അപ്പം സർജറി WHO തന്നെ പറഞ്ഞിട്ടുള്ളത് ആൻജിയോപ്ലാസ്റ്റി ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് ഒരു പ്രയോജനം പേഷ്യൻ്റ് വരുന്നില്ല. അടുത്ത ബൈപ്പാസ് WHO പറഞ്ഞിരിക്കുന്നത് മോർ ദാൻ 90% ബൈപ്പാസ് സർജറീസ് ആർ അൺവാണ്ടഡ്. 90% കൂടുതൽ ബൈപ്പാസ് സർജറി ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഇതിനിപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബ്ലോക്കായാലും വലിയ ബ്ലോക്കായാലും അതിൻ്റെ എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ലേസർ തെറാപ്പി എന്ന് പറയും. ലേസർ ആൻഡ് കെലേഷൻ തെറാപ്പി രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ്. ഒന്ന് ലേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ബീംസാണ്, അത് കടത്തിവിട്ട് ഈ ബ്ലോക്കുകളിൽ അലിയിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു 5 to 10% ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ പടി കയറാൻ പറ്റാത്തവർക്ക് ലേസർ തെറാപ്പി ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കയറാൻ പറ്റും. ഇതിന് വലിയ റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അവർക്ക് ജോലിക്കൊക്കെ പോകാം. ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസം റെസ്റ്റ് എടുക്കുകയൊക്കെ വേണം.